ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു റാപ്പ് ഡ്രസ്സ് പോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നാൽ കംപ്ലീറ്റ്ലി ഒരു റാപ്പ് ഡ്രസ്സാണെന്ന് പറയാനും പറ്റില്ല. ഞാനിവിടെ 3 മീറ്ററാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. ഒരു അംബ്രല്ല ഷേപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒരു 3.5 മീറ്ററെങ്കിലും എടുക്കണം കേട്ടോ. കുറച്ച് വീതിയുള്ള തുണി. ഈ ഒരു തുണിക്ക് ഇപ്പോൾ വീതി 44 ഇഞ്ചുണ്ട്. അഗ്രഹ ടൈപ്പിലുള്ളൊരു മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പേപ്പറിൽ ആദ്യം യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ തുണി ഒരുപാട് വേസ്റ്റ് ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ യോക്ക് പീസിൻ്റെ ടോട്ടലായിട്ടുള്ള ലെങ്ത് ഒരു 15 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴിയും അത്ര തന്നെ എടുക്കുന്നുണ്ട്. ഇനി ചെസ്റ്റിൻ്റെ അളവ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 10.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് 1 ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു കർവി ഷേപ്പിന് വരച്ചു കൊടുക്കാം. ഇനി താഴ്ഭാഗത്തെ ഷേപ്പിൻ്റെ വണ്ണം തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 9.5 ഇഞ്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അഗ്രഹ ടൈപ്പിൽ നെക്ക് ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് തുണിയിൽ കട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി ഈ പേപ്പറിൽ തന്നെ നമുക്ക് നെക്കും കൂടെ മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ് എടുക്കുന്നത്. നീളം ഞാനൊരു 5.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നെക്കിൻ്റെ നീളവും വീതിയും വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ നെക്ക് ഒരു വി ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ വി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വി നെക്ക് തന്നെ നമുക്ക് ചെറുതായിട്ട് ഒരു കർവ് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ. അഗ്രഹ പാറ്റേണിൽ ചെയ്തിട്ടുള്ള നെക്ക് ഡിസൈൻസിൻ്റെ വീഡിയോ ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വി നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വരയ്ക്കുമ്പോഴത്തേക്കും താഴെ നിന്ന് തയ്യൽ തുമ്പ് ഇതേപോലെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൊടുത്തിട്ട് വേണം വരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ 1.5 ഇഞ്ച് മുകളിലേക്ക് ഒരു ചെറിയ കർവി ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാമേ. കണ്ടോ, ഇവിടെ ഇപ്പോൾ നെക്കൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് പീസ് തുണിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് പീസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ബാക്ക് പീസ് ഇതേപോലെ തന്നെ അങ്ങ് തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ മാർക്ക് ചെയ്തതുപോലെ തന്നെ നമുക്ക് തുണിയിൽ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്യുന്നതിൻ്റെ മുകൾ ഭാഗം നമുക്ക് വേണ്ട, ഒരു സൈഡിലിരിക്കുന്ന ഷേപ്പ് മാത്രം നമുക്ക് മതി. ഇനി നമുക്ക് തുണി ഇതേപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ട് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത ഭാഗം ഇതേപോലെ ട്രേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പീസ് ഇതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ഇനി ഇതേ അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് തുണിയിൽ അടുത്ത പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ടാണ് ഇതേപോലെ മാർക്കിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അഗ്രഹ ടൈപ്പിൽ ഒരു ഭാഗം നല്ല വശത്തും ഒരു ഭാഗം ചീത്ത വശത്തും വെച്ചിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ തുണി ഇതേപോലെ വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പ്രിൻ്റൊക്കെ ഒരേപോലെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സൈഡ് നല്ലതും ഒരു സൈഡ് ചീത്ത വശവും ആയിപ്പോവും. അപ്പോൾ അടുത്ത സൈഡും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നിവർത്തിയിടുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലാണ് ഫ്രണ്ട് പീസ് വരുന്നത്, 2 പീസസ് ആയിട്ട്. കണ്ടോ, ഇനി സ്കേർട്ടിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഇവിടെ 4 ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ A ലൈനായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ യോക്ക് പീസ് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് കയറ്റി ഒരു സ്കേർട്ടിൻ്റെ മീതെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതേപോലെ ചരിച്ച് വരച്ചു കൊടുക്കുക. ഇനി താഴ്ഭാഗത്തുനിന്നായിട്ട് ഇതേപോലെ 3 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ചെങ്കിലും കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. സ്കേർട്ട് നിങ്ങൾക്ക് തുണി ഉള്ളതുപോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. A ലൈനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്ലീറ്റഡ് ആയിട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അംബ്രല്ല ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. എനിക്കിവിടെ തുണി കുറവായതുകൊണ്ടാണ് A ലൈനിൽ ചെയ്തെടുക്കുന്നത്. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ പേപ്പറിൽ ഒരു ഹാഫ് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പഫ് ഇട്ടിട്ടാണ് സ്ലീവ് ചെയ്യുന്നത്. അപ്പോൾ എത്ര നിങ്ങൾക്ക് പഫ് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇതേപോലെ തുണി വിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 5 ഇഞ്ചോളം മുകളിലും താഴെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാലൻസ് ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ ഒരു മോഡൽ ഡ്രസ്സിന് കുറച്ചുകൂടി ചേരുന്നത് എൽബോ സ്ലീവിൽ കുറച്ച് പഫ് കൊടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് അതിന് ഉള്ള തുണി ഇവിടെ തികയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെറിയ സ്ലീവ് കൊടുത്തിട്ട് പഫ് കൊടുക്കാമെന്ന് കരുതിയത്. ഇനി പഫിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പോയിൻ്റ് ഇതേപോലെ മുകളിലും താഴെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 സ്ലീവും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഫ്രണ്ട് പീസിൻ്റെ ഒരു പീസ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ നല്ല വശത്തായിട്ട് നമുക്ക് ഇതേപോലെ 1.5 ഇഞ്ച് വീതിക്ക് ഒരു ചെറിയ ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു നെക്ക് അതേപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു വി ഷേപ്പ് നമ്മൾ കുറച്ച് കർവ് ചെയ്താണ് വരച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അത് അതേപോലെ തന്നെ കിട്ടത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ടിട്ട് അതൊന്ന് പതിച്ചടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത ഭാഗവും നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസും നമുക്ക് ഇതേപോലെ നെക്കിൻ്റെ വീതി കറക്റ്റായിട്ട് കിട്ടും പോലെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിങ്ങനെ പീസ് രണ്ടും ഇടുമ്പോഴത്തേക്കും കറക്റ്റ് 6 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ കിട്ടണം. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് പിന്നെ ഊത്തി കൊടുക്കാമേ, നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ താഴ്ഭാഗം വരുന്നില്ലേ, അത് ദാ ഇങ്ങനെയാണ് കിടക്കുന്നത്. ആ ഒരു മീതെ ഇങ്ങനെ കിടക്കുന്ന പീസ് നമുക്ക് അടിവശം ഇതേപോലെ ഒന്നുള്ളിലേക്ക് മടക്കി വെച്ചിട്ട് കുറച്ച് ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ നമുക്ക് ടൈ വരുന്നതാണ്. അപ്പോൾ അതൊന്ന് നീറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അടിവശം ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട, കുറച്ച് ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. കണ്ടോ? ഇനി ഈ 2 പീസും കൂടെ നമുക്ക് ചേർത്ത് വെച്ചിട്ട് താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു മടക്കി നമ്മൾ കുറച്ച് ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒഴിച്ച് ബാക്കി ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എന്തിനാണെന്ന് മനസ്സിലാകും. അപ്പോൾ ഇതേപോലെ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്, എന്നാലേ ഈ ഒരു പീസ് രണ്ടും ഒരുമിച്ചിരിക്കുകയുള്ളൂ. നമ്മൾ കുറച്ച് ഭാഗം ഇതേപോലെ മടക്കി കുറച്ചൊന്ന് നമ്മൾ ജോയിൻ ചെയ്യാതെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നെക്കിൻ്റെ ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല, ഇതേപോലെ തന്നെയാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ. ഇനി ബാക്ക് പീസിൽ നെക്കിൻ്റെ നീളവും വീതിയും മാർക്ക് ചെയ്യാം. നീളം ഞാനൊരു 3.5 ഇഞ്ചും വീതി 3 ഇഞ്ചിലുമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ. ഇനി ഇതിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചെറിയ സ്ക്വയർ പീസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നൊന്നുമല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നെക്കിൻ്റെ എക്സ്ട്രാ വന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളിൽ വരുന്ന ഭാഗം നമുക്ക് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നെക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ചിൽ കൊള്ളാത്ത പോലെ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ഇടയിലായിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ട് ലൈനിങ് ക്ലോത്ത് പിറകിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡിലും ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ യോക്ക് പീസ് കിട്ടുന്നത്. ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ഞാൻ ജസ്റ്റ് പിന്ന് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ, അവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൽ നമ്മൾ പഫ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ 5 ഇഞ്ച് മുകളിലും താഴെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം മുകൾ ഭാഗത്ത് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം താഴ്ഭാഗത്തും അതേ ഡയറക്ഷനിൽ തന്നെ ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പഫ് സ്ലീവ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. അപ്പോൾ അതേ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു 2 ഇഞ്ച് വീതിക്ക് ഒരു ചെറിയ പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തുണിയുടെ നല്ല വശത്തായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നേരത്തെ പ്ലേറ്റ്സ് ഇടാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റിച്ചിലൂടെ തന്നെ തയ്ച്ച് പോയാൽ മതി. അതിനുശേഷം ഇതിൻ്റെ ചീത്ത വശത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് ഭാഗം ഒന്ന് താഴത്തേക്ക് വരത്തക്ക രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 സ്ലീവും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. താഴ്ഭാഗം കുറച്ച് ഇങ്ങനെയാണ് കിട്ടുന്നത്, ഒരു പടി പോലെ. ഇനി നമുക്ക് സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്കും സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാം. സ്കേർട്ടിൻ്റെ സെൻറ്റർ കറക്റ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാനിവിടെ ബാക്ക് പീസാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പീസിൻ്റെ ബാക്ക് പാർട്ട് എടുക്കുക. എന്നിട്ട് അതിലും സെൻറ്റർ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡിലേക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത്. കുറച്ച് ഭാഗം തുണി നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അതിങ്ങനെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെയായിട്ട് നമ്മൾ ഫ്രണ്ട് സ്കേർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 2 സെൻറ്റേഴ്സും ഒരേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു ചെറിയ പീസ് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെക്കണം കേട്ടോ. അത് നമുക്ക് ടൈ വെക്കാനുള്ള ഭാഗമാണ്, അതിനാണ് നമ്മൾ ആദ്യമേ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അത് ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ബാക്കി നമ്മൾ കറക്റ്റായിട്ട് യോക്കും അതുപോലെ തന്നെ സ്കേർട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇതേപോലെ പിന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ നല്ല വശം ഇടുമ്പോഴത്തേക്കും കുറച്ച് ഭാഗം ഇതേപോലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. കണ്ടോ? അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. യോക്ക് പീസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടിരിക്കും. അപ്പോൾ ഇത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് നിവർത്തി ഇടുമ്പോഴത്തേക്കും കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ സൈഡ് കിട്ടുന്നത്. കണ്ടോ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് കിടക്കുന്നത്. ഇനി ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് 2 ടൈ പോലെ കൊടുക്കണം. ടൈ വയ്ക്കാൻ വേണ്ടിയിട്ട് 22 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിക്കും ഇതേപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രോക്കിനൊക്കെ ചെയ്യില്ലേ അതേപോലെ ഒരു സൈഡ് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ? എന്നിട്ട് ഇതിൻ്റെ നല്ല വശം ഇതേപോലെ ഒന്ന് കുത്തി പുറമേക്കിടുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഒരു ടൈയിൽ ആ ഒരു ഓപ്പൺ ഭാഗം ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാമേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു സൈഡൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നല്ല വശങ്ങൾ തമ്മിൽ അടിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് യോക്കിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടല്ലോ നമ്മൾ തയ്ക്കാതെ വിട്ടിട്ടുണ്ടായിരുന്നത് അത് ഇങ്ങനെ വച്ചു കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് ഇതേപോലെ കറക്റ്റായിട്ട് വച്ചു കൊടുക്കുക. കണ്ടോ? എന്നിട്ട് നമുക്കത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 3 സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഒരു ടൈ ആണ് നമ്മൾ ഇതേപോലെ ഫ്രണ്ടിൽ ജോയിൻ ചെയ്ത് എടുത്തത്. ഒരു സൈഡിലാണ് ഇപ്പോൾ നമ്മൾ ടൈ വെച്ച് കൊടുത്തത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തും വയ്ക്കണം, എന്നാലേ നമുക്കിത് കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷേപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ബോഡി ഷേപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കെട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഭാഗത്തായിട്ട് അടുത്ത ടൈയും കൂടെ വെച്ച് കൊടുക്കുക. കണ്ടോ? ഇതേപോലെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വെച്ച് കൊടുക്കണേ. അപ്പോൾ 2 ടൈയും ഏകദേശം ഒരേപോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇത് നീങ്ങി പോകാതിരിക്കാൻ ഞാനൊന്ന് പിന്നൂത്തി കൊടുക്കുന്നുണ്ടേ. കണ്ടോ? ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് തന്നെ ഇതേപോലെ ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആ ഒരു കെട്ടും കൂടെ അവിടെ ജോയിൻ ആയിക്കോളും. എന്നിട്ട് താഴെ അറ്റം വരെ ഇതേപോലെ സ്കേർട്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കുക. കണ്ടോ? 2 സൈഡും ഈ ഒരു രീതിയിൽ ഷേപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ താഴ്ഭാഗം കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് ഫൈനലായിട്ടുള്ളൊരു ലുക്ക് ഇതാണ്. ആ ഒരു ടൈ വെച്ചിട്ടുണ്ടായിരുന്ന ഭാഗം സൈഡിൽ ഇതേപോലെയാണ് വരുന്നത്. ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ആ നെക്കുമായിട്ടൊന്നും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടില്ല. ഒരു ട്രാപ്പ് ഡ്രസ്സാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈ ചെയ്ത് വെക്കുമ്പോൾ അത് നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. നെക്ക് കുറച്ച് ഡീപ്പായിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ മാച്ചിങ് ആയിട്ടുള്ള ഇന്നർ ഇടുന്നതാണ് കുറച്ചുകൂടി ഭംഗി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.